എന്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുന്നത് വേറെ എങ്ങോട്ടും പോകാനല്ല, വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാര്യമായ കാര്യമോ പരിപാടികളോ ഒന്നുമില്ല കേട്ടോ, ചുമ്മാ പോകുന്നതാണ്. ചേച്ചിയുടെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പക്ഷെ ഈ ടോയ്സ് ഒക്കെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ പ്രശ്നമാവും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇൻ കേസ് അവർ അലൗ ചെയ്താലോ? അങ്ങനെ അവർ അലോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് വീട്ടിലെത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കേണ്ട ഇലക്ട്രോണിക് ഡിവൈസസും അതുപോലെ പേഴ്സണൽ തിങ്സ് ഒക്കെ ഇതുപോലെ സിപ്പ് ലോക്ക് കവറിലാക്കി വെക്കുവാണെങ്കിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കുറച്ചും കൂടെ എളുപ്പമാവേ. ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് മമ്മി സ്റ്റേ ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടോ. ഇതാണ് അബിയുടെ മമ്മി. മദേഴ്സ് ഡേ സ്പെഷ്യല് നമ്മൾ മമ്മിക്ക് ചെറിയൊരു ഗിഫ്റ്റും ചെറിയൊരു കേക്കൊക്കെ കൊണ്ടാണ് വന്നത്. ഇവിടുന്ന് അടുത്താണ് കേട്ടോ എയർപോർട്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിനാണ് പോകുന്നത്. ഞാൻ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അബിക്ക് കുറച്ച് അധികം വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അബി ഇപ്രാവശ്യം നാട്ടിലേക്ക് എന്റെ കൂടെ വരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി എംബ്രോയിഡറിയും ബീഡ്സ് വർക്കും ഒക്കെയുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ ആട്ടോ നമ്മൾ മമ്മിക്ക് ഗിഫ്റ്റ് കൊടുത്തത്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. ആക്ച്വലി ഈ കളർ കണ്ടിട്ടാണ് ഞാൻ ഈ ചുരിദാർ മെയിൻ ആയിട്ട് എടുത്തത്. കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നറും കഴിച്ച് കിടന്നുറങ്ങി. ഇതിപ്പോ വെളുപ്പിന് 5 മണി സമയമാണ് കേട്ടോ. രാവിലെ എണീറ്റ് റെഡിയായി അബീനെയും കുത്തിപ്പൊക്കി നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകാൻ പോകും. നമ്മുടെ ടോക്കൊക്കെ പോലീസുകാർ കൊണ്ടുപോവോ അതോ വീട്ടിലെത്തോ എന്നുള്ളതൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ പറയാട്ടോ. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ.